Hey guys, welcome back to our channel Glimpse of Joma. So നമ്മൾ ഇന്ന് ഒരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജാനുവരി 19th എൻ്റെ പപ്പയുടെയും മമ്മിയുടെ അപ്പാപ്പൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ, അതായത് എൻ്റെ പപ്പയുടെ സിസ്റ്ററുടെ വീട്ടിൽ ഒരു ട്രീറ്റ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ പോയ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ലാക്ക് അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ആൻറ്റിയുടെ അമ്മയാണ്. ഇത് ആൻറ്റിയുടെ മോനാണ്. ചേട്ടൻ MBBS പഠിക്കാണ്. ഇത് ആൻറ്റിയുടെ 2 പെൺമക്കളാണ്. അതിൽ മൂത്ത ആൾ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് പ്രിപ്പറേഷൻസിന് ഇരിക്കുകയാണ്. രണ്ടാമത്തെ ആൾ 7th സ്റ്റാൻഡേർഡിലാണ്. ഇത് എൻ്റെ അപ്പച്ചൻ്റെ ബ്രദർ, ആൾ പ്രീസ്റ്റാണ്. പിന്നെ അപ്പുറത്തുള്ളത് എൻ്റെ ആൻറ്റിയുടെ ഹസ്ബൻഡ്. ഇതാണ് ഞങ്ങളുടെ ആൻറ്റി ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സോ ഇതാണ് ഹാളിൽ നിന്ന് ആണ് ഒരു പ്രെയറിൻ്റെ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂം, ആദ്യം ഡോറിൻ്റെ സൈഡിലായിട്ടൊരു ബെഡ്റൂമുണ്ട്. ആൻഡ് ആ ബെഡ്റൂമിൽ ഒരു ബെഡും പിന്നെ വാൾ അൽമറ ആൻഡ് 2 കബേർഡ്, പിന്നെ ഒരു സ്റ്റഡി സ്പേസ്, ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ റൂമിലുള്ളത്. ആൻഡ് ഇത് വന്നിട്ട് സോഫ സെറ്റിങ്സിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ റൂമിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത്. കേർട്ടൻസ് ഇട്ടിട്ട് ഡോറ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആൻഡ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഡ്രസ്സർ ഉണ്ട് ആൻഡ് കബേർഡ്, വാൾ കബേർഡ് ഉണ്ട്. ആൻഡ് അവിടെ നിന്ന് നേരെ ഒരു സ്റ്റോറേജ് സ്പേസിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് TV യൂണിറ്റ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാളിൽ നിന്നുള്ള 3rd ബെഡ്റൂം. ഇത് മറ്റു റൂമിൻ്റെ അത്ര സ്പേഷ്യസ് അല്ലെങ്കിലും നല്ല സ്പേസൊക്കെ ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ആൻഡ് ഇവിടെയും അതുപോലെ തന്നെ സെയിം അറേഞ്ച്മെൻറ്റ്സ് ആണുള്ളത്. ആൻഡ് സ്റ്റെയറിലേക്കുള്ള ഒരു എൻട്രൻസും അവിടെയാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിലെ 4th റൂമാണ്. ഇത് സെയിം പോലെ തന്നെ വാൾ കബോർഡും അഡീഷണൽ കബോർഡ് ഉണ്ട്. ആൻഡ് ഒരു വാഷ്റൂം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡൈനിങ് ഹാളിന് എൻട്രി ഉള്ള ഒരു റൂമാണ്. ആൻഡ് ഡൈനിങ് ഹാളിൻ്റെയും ബെഡ്റൂമിൻ്റെയും വാളിലാണ് അവർ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫോട്ടോ വാളും ആൻഡ് സൈഡിൽ ക്രോക്കറീസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോപ്പിലും സൈഡിലുമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള മൊമെൻറ്റോസ് ആൻഡ് ട്രോഫീസ് വെച്ചിട്ടുണ്ട്. ഫുൾ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ളതാണ്. സീലിംഗ് ടു ബേസ് കുറേ സ്റ്റോറേജുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. അതിൻ്റെ അടുത്തായിട്ട് ഒരു സോഫ പോലെ ഉണ്ട്, ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ട് അവിടെ. ആൻഡ് നെക്സ്റ്റ് ഇതാണ് ഡൈനിങ് ഹാൾ. ആൻഡ് ഡൈനിങ് ഹാളിൽ നിന്ന് എൻട്രൻസിലാണ് ഫസ്റ്റ് കിച്ചൺ വരുന്നത്. ഇവിടെ അധികം കുക്കിങ്ങൊക്കെ സെക്കൻഡ് കിച്ചണിലാണ് നടക്കുക. ആൻഡ് ഇവിടെയാണ് ഓവൻ, പിന്നെ ഫ്രിഡ്ജ്, വാട്ടർ പ്യൂരിഫയറൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് അവിടെ നിന്ന് ഒരു ഡോറിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ. ആൻഡ് ഡൈനിങ് ഹാളിൽ നിന്ന് കുറച്ചൊന്ന് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ആൻഡ് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള ബെഡ്റൂമിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെ വാളിൻ്റെയും ഇടയിലാണ് ഈ സ്റ്റെയർ കേസ് വരുന്നത്. ആൻഡ് സ്റ്റെയർ കേസ് കയറിയിട്ട് നമുക്കൊരു ലാൻഡിങ് ഏരിയയിൽ വരുമ്പോൾ കേർട്ടൻസ് ഇട്ടിട്ട് ഒരു വിൻഡോ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മേലേക്ക് കടന്ന് ചെല്ലുമ്പോൾ നമ്മൾ എത്തുക ഒരു ഹാളിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളിലാണ് നമ്മളെത്തുക. ആൻഡ് അവിടെ അയണിങ് ടേബിളും പിന്നെ സ്റ്റഡി ടേബിള്, പിന്നെ കീബോർഡ്, അങ്ങനെ കുറേ അറേഞ്ച്മെൻറ്റ്സൊക്കെ, കുറച്ച് വർക്കൗട്ടിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് ഒരു റൂമിലേക്ക് കണക്ട് ചെയ്യാണ്. ആ റൂം അടിയിലത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം സൈസ് വരുന്നൊരു ബെഡ്റൂമാണ്. 2 കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ബെഡ്റൂമാണ്. ആൻഡ് സ്റ്റഡി സ്പേസും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമൊക്കെ ഉണ്ട്. ആൻഡ് ഇത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. വീടിന് ചുറ്റും ഒരു ഗ്രീൻ ആംബിയൻസ് ആണ്. അത് നമുക്ക് വീഡിയോയിൽ തുടരെ പറയാം. ആൻഡ് ഹാൻഡ് റെയിൽസ് ആയിട്ട് സൈഡിൽ സ്റ്റീലിൻ്റെയാണ് ഒരു സെക്ഷനിൽ വെച്ചിട്ടുള്ളത്. ആൻഡ് ഒരു സൈഡിൽ മരത്തിൻ്റെയും. അപ്പോൾ ഇത് ഫുഡ് കഴിക്കാനൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൻറ്റി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് തന്നെയാണ്. ആൻഡ് ഇത് വാഷ് ഏരിയയിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ആ ഡോറ്, അത് നമ്മൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അവിടെയാണ് വാഷിംഗ് മെഷീൻ അറേഞ്ച്മെൻറ്റും ആൻഡ് എക്സ്ട്രാ ഒരു വാഷ്റൂമും കൂടിയും അവിടെയാണ് ഉള്ളത്. ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് പുറത്തേക്കൊരു വർക്ക് ഏരിയ പോലെ എത്തുക, അവിടേക്കാണ്. ആൻഡ് ഇതിപ്പോൾ എല്ലാവരും ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10 പേർക്ക് അറ്റ് എ ടൈം ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഡൈനിങ് ഹാളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്.
സോ എല്ലാവരും ഫുഡൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്, കഴിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിലുള്ളത് ആൻറ്റിയുടെ മദർ ഇൻ ലോ, പിന്നെ ആൻറ്റിയുടെ ഹസ്ബൻഡ്, 3 മക്കളുമാണ്. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഫുഡ് ഒരുപാട് ഡിഷസ് ആൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നിനൊന്ന് വെച്ചായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ച് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രൂട്ടായിട്ട് ഗ്രേപ്സാണ് നമുക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വീണ്ടും പഴയ പോലെ സംസാരത്തേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും ഉമ്മാർ തരുന്നുണ്ടായിരുന്നത്. നമുക്കിനി വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള പ്ലാന്റ്സിൻ്റെയും ട്രീസൊക്കെ ഇനി നമുക്ക് കാണാം. അപ്പോൾ ഈ വീട്ടിൽ ആന്തോര്യത്തിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്, കുറേ ആന്തോറിയം പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ ഒരു ഗ്രീനറി ഒക്കെയാണ്, കൂൾ വൈബാണെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ആംബിയൻസ് ആണ്. ഫുൾ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ സ്ഥലത്ത് പ്ലാന്റ്സും വീടിൻ്റെ അകത്തായാലും പുറത്തായാലും പല ടൈപ്പ് പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പ്ലാന്റ്സിൻ്റെ പേരൊന്നും അറിയില്ല, എന്നാലും എന്തൊക്കെയോ കുറേ പ്ലാന്റ്സ്, കുറേ നല്ല നല്ല കാണാൻ നല്ല രസമുണ്ട് കാണാൻ, അത്രയും അധികം പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ മുറ്റത്തായാലും സൈപ്രസും അങ്ങനത്തെ കുറേ ട്രീസും ഒക്കെ ഫ്രണ്ടിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റിഫ്രഷ്നർ പ്ലാന്റ്, പിന്നെ ബൊഗെയിൻ വില്ലയുടെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ കുന്തിരിക്കം എന്നാണ് ഞങ്ങളിവിടെ പറയുന്നതിനെ. അപ്പോൾ അങ്ങനത്തെ ഒരു മരം, അങ്ങനെ മൊസാണ്ട, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. പിന്നെ സൈഡിലാണെങ്കിലും കുറേ ഫ്രൂട്ട്സിൻ്റെയും സ്പൈസസിൻ്റെയൊക്കെ പ്ലാന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റംബൂട്ടാൻ്റെ, മാംഗോസ്റ്റിൻ, സപ്പോട്ട, അതിൻ്റെയൊക്കെ പ്ലാന്റ്സ് ട്രീസ് ഉണ്ട് അവിടെ. പിന്നെ അത് പോരാണ്ട് സ്പൈസസിൻ്റെയും ഒക്കെ ട്രീസ് ഉണ്ട്. ആൻഡ് ആ ട്രീസിൻ്റെ ബേസൊക്കെ ഇങ്ങനെ കല്ല് കെട്ടി തിരിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലും അതുപോലെ തന്നെ കുറേ ചെടികളുണ്ട്. മൊത്തം വീടിൻ്റെ 4 സൈഡായാലും ഒരു നല്ലൊരു ഗ്രീൻ വൈബ് എന്ന് പറയുന്ന ഒരു വീടാണ്. ആൻഡ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും വീണ്ടും ഉമ്മർത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും വീണ്ടും സംസാരത്തിലേക്കൊക്കെ കടന്നു. ആൻഡ് കുറേ പേര് ഫോണിൽ കളിക്കുക അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചായയുടെ സമയമായി, ആൻറ്റി ഇതാ ചായ സെർവ് ചെയ്തു. പിന്നെ നമ്മൾ എപ്പോഴും ഫാമിലിയുടെ ഒപ്പമുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് 1 മിനിറ്റ് പോലും നമുക്ക് ബോർ ചെയ്യാത്ത ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കും. നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. എന്നും കാണുന്നവരായാലും വല്ലപ്പോഴും കാണുന്നവരായാലും കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാവും. അപ്പോൾ ഇതാ ചായയൊക്കെ കുടിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ ചായയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇറങ്ങി അവിടെ നിന്ന്. നമുക്ക് വേറെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവരുടെ അടുത്തൊക്കെ ബായൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഒരു 4:30 കഴിയുമ്പോഴത്തേനും ഇതിപ്പോൾ എല്ലാവരും പോകാൻ നിൽക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.